ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവ് മോഡ് ഇട്ട് ഓടിക്കണോ അതോ മാനുവൽ മോഡിലോട്ട് മാറ്റി ഡ്രൈവ് ചെയ്യണോ? കാണാൻ സാധിക്കും ഞാൻ തേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ തേർഡ് വീഴുന്നില്ല, സെക്കൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് 40 കിലോമീറ്ററിലും സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്? ഇതൊരു വലിയ തെറ്റായ രീതിയാണ്. തന്നെ ഒരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ പലരുടെ മനസ്സിലൊരു പേടിയാണ് ഈ വാഹനം പുറകോട്ട് പോകും. അതുകൊണ്ട് ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റൈറ്റ് ലെഗ് കൊണ്ട് ആക്സലറേറ്റും ചെയ്യുന്ന പലരെയും എനിക്കറിയാം. ഇങ്ങനെ മാത്രം ഒരു AMT അഥവാ ഒരു ഏജസ് വാഹനത്തിൽ ചെയ്യാവുള്ളൂ. കാരണം പഴയ AMT വാഹനത്തിനൊന്നും ഹിൽ ഹോൾഡ് അസിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോകും. എത്ര പേരിത് സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ, ഒരു ഏജസ് അഥവാ AMT വാഹനം സിറ്റിയിൽ ഓടിക്കുന്ന സമയത്ത്, ഹൈവേസിൽ ഓടിക്കുന്ന സമയത്ത്, ഇനി ഹൈ റേഞ്ചിൽ ഓടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം? അതായത് കൃത്യമായി എങ്ങനെയാണ് ഈ വാഹനം ഓടിക്കുന്നത്. AMT അഥവാ ഏജസ് വാഹനം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കണം. കാരണം നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, ഓരോ ഡ്രൈവിംഗ് കണ്ടീഷൻസിലും നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഈ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് എങ്ങനെയൊക്കെ കംപ്ലൈൻറ്റ് വരും, അതായത് ഏത് രീതിക്ക് നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ കംപ്ലൈൻറ്റ് വരും, പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യേണ്ട രീതികൾ, ഈ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. നമസ്കാരം, ഞാൻ രാകേഷ് MG. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ സിറ്റി ഡ്രൈവ്, ഹൈവേ ഡ്രൈവ്, ഹൈ റേഞ്ച് ഡ്രൈവ്, ഈ 3 കണ്ടീഷനിലും ഒരു AMT അഥവാ ഏജസ് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കാരണം ഈ വാഹനത്തിന് മൈലേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡ്രൈവ് ചെയ്യേണ്ട രീതി കുറച്ച് വ്യത്യാസമാണ്. ഇനി മര്യാദയ്ക്ക് വാഹനത്തിൻ്റെ ക്ലച്ചിന് ലൈഫ് കിട്ടുന്നത്, ക്ലച്ച് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമല്ല, ഓട്ടോമേറ്റഡ് വാഹനമാണ്. പറയുമ്പോൾ ഓട്ടോമാറ്റിക്കാന്ന് നമ്മൾ പറയും, പക്ഷേ ഇത് ശരിക്കും ഇൻഡെപ്ത് പറയാനാണെങ്കിൽ ഇതൊരു ഓട്ടോമേറ്റഡ് വാഹനമാണ്. നോർമൽ മാനുവൽ വാഹനത്തിൻ്റെ സെയിം ക്ലച്ചാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ തന്നെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നറിയപ്പെടുന്നത്. അതിനാണ് AMT എന്നറിയപ്പെടുന്നത്. അപ്പം ഈ വാഹനത്തിൻ്റെ ക്ലച്ച് ലൈഫ് കൂടുതൽ കിട്ടാൻ, അതായത് കുറയ്ക്കാതെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ, ഏകദേശം 1 ലക്ഷം പ്ലസ് എങ്കിലും ഇതിൻ്റെ ക്ലച്ച് ലൈഫ് കിട്ടാൻ, 1 ലക്ഷം പ്ലസ് കിട്ടും. പക്ഷെ മര്യാദയ്ക്ക് ഓടിച്ചില്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ സിറ്റി ഡ്രൈവിൽ അത്രയും പ്രശ്നം വരുന്നില്ല, ഉണ്ട് ഇല്ലെന്നല്ല, ഹൈ റേഞ്ചിലുമാണ് ഇച്ചിരി കൂടുതൽ ഈ പ്രശ്നം വരുന്നത്. എന്നാൽ നോർമൽ ഹൈവേസിൽ വലിയ പ്രശ്നങ്ങൾ വരാറില്ല. അപ്പം നമുക്ക് ഏതെല്ലാം ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് ഡ്രൈവ് മോഡ് ഇട്ട് ഓടിക്കണോ അതോ മാനുവൽ മോഡിലോട്ട് മാറ്റി ഡ്രൈവ് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ട്. ഇനി അതിനെ കഴിഞ്ഞും വലിയൊരു കൺഫ്യൂഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മാനുവലിലോട്ട് മാറ്റാൻ പറ്റുമോ? യെസ്, വളരെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും. ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഞാനിപ്പോൾ ഡ്രൈവ് മോഡിലാണ്, ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. നേരെ ഡിയിൽ നിന്നും മാനുവലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രശ്നവും വരുന്നില്ല. ഒരു പ്രശ്നവും വരുന്നില്ലെന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഒന്നും കാര്യമായിട്ട് മാറ്റം വരുന്നില്ല. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, AMT വാഹനത്തിൽ ഗിയർ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വാഹനം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതായത് ഡൗൺ ചെയ്യാൻ, ഞാനിപ്പോൾ ഈ ഒരു സ്ലോ ട്രാഫിക്കിലാണ് പോകുന്നത്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. വാഹനം ഇപ്പം ഒരു സെക്കൻഡ് ഗിയറാണ്. അപ്പോൾ സെക്കൻഡ് ഗിയറിലാണെങ്കിലും ഞാൻ മാനുവൽ മോഡിലോട്ട് മാറ്റി, അതായത് ഇപ്പം ഞാൻ മാനുവൽ മോഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ മാനുവൽ മോഡിലോട്ട് മാറ്റി ഞാനിപ്പം ഡ്രൈവ് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് നേരെ ഞാൻ സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. പക്ഷേ സെക്കൻഡ് ഷിഫ്റ്റ് ആകുന്നില്ല. ഇപ്പോൾ ഒന്ന് ഷിഫ്റ്റായി സ്പീഡ് വൈസ് വെച്ച് ഞാൻ തേർഡ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാൻ തേർഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ തേർഡ് വീഴുന്നില്ല, സെക്കൻഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഒരു മാനുവൽ ഡ്രൈവ് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇല്ല. നമുക്കിവിടെ ഒരു പ്രോപ്പർ മാനുവൽ ഡ്രൈവ് ഇല്ല. വാഹനത്തിൻ്റെ കണ്ടീഷൻസ്, അതായത് ഈ വാഹനത്തിൻ്റെ എല്ലാ കണ്ടീഷൻസും, സ്പീഡ് കണ്ടീഷൻ ആണെങ്കിലും ആക്സിലറേറ്റ് ചെയ്യുന്ന രീതിയാണെങ്കിലും ടയറിൻ്റെ സ്പിന്നിങ്ങും ഇതെല്ലാം നോക്കി, അതായത് എത്രത്തോളം നമ്മുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഈ വാഹനം ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിങ് ചെയ്യുന്നത്. അത് മാനുവൽ ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ. അപ്പം പലരുടെയും തെറ്റിദ്ധാരണയാണ് ഇത് മാനുവലിൽ ഓടിക്കാം, ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കാം. മാനുവലിൽ ഓടിക്കാം, കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യാം. അതെപ്പോഴാണ് നമുക്ക് യൂസേജ് വരുന്നതെന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാനുവലിലോട്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മാനുവലിൽ ഓടിക്കണോ ഡ്രൈവ് മോഡ്, അതായത് ഓട്ടോമാറ്റിക്കിൽ ഓടിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് പറയും 2 മോഡിൽ ഓടിച്ചാലും ബലത്തിൽ സെയിം തന്നെയാണ്. മാനുവൽ മോഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് വർക്ക് ചെയ്യേണ്ടി വരും, ഓരോ ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി മാനുവൽ ഇട്ടതിന് ശേഷം ഷിഫ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഏത് ഗിയറിലാണോ ആ ഗിയറിൽ തന്നെ നിന്ന് പോകും, ടോപ്പിലോട്ട് പോകത്തില്ല. ഇപ്പം നിങ്ങളൊരു തേർഡ് ഗിയറിലാണ് പോകുന്നത്, ഞാനിപ്പം സപ്പോസ് മാനുവൽ ഇട്ടു, ഈ വാഹനം ഇപ്പോൾ 4th ഗിയറിലാണ് പോകുന്നത്, ഞാനൊന്ന് ഡൗൺ ചെയ്ത് തേർഡിലോട്ട് ഇട്ടു. സെക്കൻഡ് ആയത് ഓട്ടോമാറ്റിക് ആയിട്ടാണ്, സ്പീഡ് തന്നെ കുറഞ്ഞാണ് ആയത്. തേർഡ് ഗിയർ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാനത് അപ്പ് ചെയ്തില്ല, അതായത് ഒരു 4th ഗിയറിലോട്ടോ 5th ഗിയറിലോട്ടോ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ ആ തേർഡ് ഗിയറിൽ തന്നെ ഇത് കണ്ടിന്യൂസ് പോവും.
നമുക്കവിടെ മൈലേജ് ഡ്രോപ്പ് ഉണ്ടാകും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ഗിയേഴ്സ് ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട്, ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാനുവലി ഡ്രൈവ് ചെയ്തോളൂ. ഇപ്പം ഞാൻ മാനുവലിലാണ് പോകുന്നത്, പക്ഷേ വാഹനത്തിൻ്റെ RPM സ്പീഡ് കണ്ടോ, 40 കിലോമീറ്ററിലും സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ഇതൊരു വലിയ തെറ്റായ രീതിയാണ്. അതേ സ്ഥാനത്ത് നമ്മൾ ഡ്രൈവിൽ തന്നെ പോകുന്നതായിരിക്കും നല്ലത്. ഇനി വാഹനം ഓടിക്കാൻ അത്രയും ക്രേസുള്ള ആൾ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് തന്നെ പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് യൂസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഡ്രൈവ് മോഡിൽ തന്നെ ഡ്രൈവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മൈലേജ് കിട്ടാനും നല്ലത്, നമുക്ക് ഡ്രൈവിംഗ് കംഫോർട്ടിനും ഏറ്റവും നല്ലത് ഡി മോഡ് തന്നെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തത്, എൻ്റെ പേഴ്സണൽ സജഷനാണ്. ഇനി ഈ വാഹനം എങ്ങനെ കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്യാമെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം ഞാനൊരു സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹൈവേയും അല്ല, എന്ന ഏകദേശം സിറ്റി ബ്ലോക്കൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യത്തിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്തു, ഇതിന് ശേഷം ഞാൻ പതുക്കെ ആക്സലറേറ്റ് ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാഹനത്തിൻ്റെ RPM ഒരു 2000 RPMത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഏകദേശം ആക്സലറേറ്ററിൽ നിന്ന് കാലൊന്ന് ജസ്റ്റ് പൊക്കിയേച്ചും വെച്ച് കഴിഞ്ഞാൽ, അതായത് ആക്സലറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗിയേഴ്സ് ഷിഫ്റ്റ് ആകാൻ പാടുവരും, സ്പീഡ് മാക്സിമം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. എന്നാൽ പതുക്കെ ആക്സലറേറ്റ് ചെയ്തൊരു 2000 RPM എത്തിക്കഴിയുമ്പോൾ ആക്സലറേറ്ററിൽ നിന്ന് ഒന്ന് കാല് പൊക്കിച്ച് പിന്നെയും വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗിയേഴ്സ് ഷിഫ്റ്റ് ആവുന്ന കാണാൻ സാധിക്കും. ഞാനിപ്പം ഓടിക്കുന്ന രീതിയിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും നല്ലൊരു ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇത് വെറുതെ പറഞ്ഞതല്ല, പ്രൂവൺ ആണ്. ഞാൻ അതുപോലെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ, അതും കൂടി ഞാൻ എടുത്ത് പറയുകയാണ്, ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്താൽ നിങ്ങളുടെ വാഹനത്തിനനുസരിച്ച് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. ഇനി അതല്ല, നമുക്ക് നല്ല പവർ കിട്ടുന്ന രീതിക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ത്രോട്ടിലപ്പ് ചെയ്താൽ മതി. ഫുൾ ത്രോട്ടിൽ കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാഹനം നല്ല പറന്ന് കയറി പൊക്കോളും. പക്ഷേ കൂടുതലും ലോവർ ഗിയേഴ്സിലായിരിക്കും പോകുന്നത്. RPM ഹൈ ആയതുകൊണ്ട് തന്നെ ഫ്യൂൽ കൺസപ്ഷൻ കൂടുതലായിരിക്കും. അതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. ഇനി ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു സൈഡിലോട്ട് പാർക്ക് ചെയ്ത് നിർത്തി. ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് ഞാൻ നിർത്തി വാഹനം ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ നിന്ന് എടുക്കുന്ന സമയത്താണെങ്കിലും ആക്സലറേറ്റ് കൊടുക്കുമ്പോൾ വളരെ ഗ്രാജുവലായിട്ടാണ് ആക്സലറേറ്റ് ചെയ്യുന്നതെങ്കിൽ വളരെ ഗ്രാജുവലായിട്ട് തന്നെ എൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് നടക്കും. ഓവറായിട്ടുള്ള ക്ലച്ച് ബേൺസ് ഉണ്ടാകത്തില്ല, അതായത് ക്ലച്ച് വെയർ ഔട്ട്സ് ഉണ്ടാകത്തില്ല. ഇപ്പം ഓവറായിട്ട് ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലച്ച് ഹീറ്റ് ആകും. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഓവറായിട്ട് വെയർ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹൈ റേഞ്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നല്ല കുത്തനെയുള്ളൊരു കയറ്റം കയറുകയാണെങ്കിൽ ഈ പറഞ്ഞ 2000 RPM ഗിയർ ഷിഫ്റ്റ് നടക്കത്തില്ല. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ മാനുവൽ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്നത്, അതായത് മാനുവൽ മോഡിൽ ഡ്രൈവ് ചെയ്യേണ്ടി വരുന്ന ഹൈ റേഞ്ച് പോകുമ്പോഴാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൈ റേഞ്ച് കയറുന്ന സമയത്ത് മാത്രം നിങ്ങൾ മാനുവലായിട്ട് ഷിഫ്റ്റ് ചെയ്യണം. അതായത് 2500 RPMത്തിന് ശേഷം ഗിയർ ഷിഫ്റ്റ് ആകുന്നില്ലെന്നുണ്ടെങ്കിൽ മാനുവലിലോട്ട് മാറ്റിയിട്ട് പ്ലസ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത ഗിയർ ഷിഫ്റ്റ് ആകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാനുവൽ ഡ്രൈവ് ആവശ്യം വരുന്നത്. ഇനി സിറ്റിയിലൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും ട്രാഫിക്കിൽ സമയത്ത് ഒരു കാരണവശാലും ബ്രേക്കും ആക്സലറേറ്ററും ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പം ഫസ്റ്റ് ഉള്ളൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞത്, ഇപ്പം നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ട്രാഫിക്കിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പം ഞാനൊരു ട്രാഫിക്കിൻ്റെ അവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്, ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വാഹനത്തിന് ഓട്ടോ ഓഫ് ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് എഞ്ചിൻ ഓഫാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഓട്ടോ ഫംഗ്ഷൻ ഇല്ല, സ്റ്റാർട്ട് ചെയ്ത് തന്നെ നിർത്തിയിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ നേരെ ന്യൂട്രൽ പൊസിഷനിലോട്ട് മാറ്റിയിട്ടോണം നമ്മൾ ഉറപ്പിച്ചോണം ഇത് ന്യൂട്രൽ ആയിട്ടുണ്ടെന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ക്ലച്ചിന് വേറെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം ചെയ്യണമെന്ന് പറയുന്നത്. ക്ലച്ച് ലൈഫ് കൂട്ടാമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ക്ലച്ചിന് വേറെ കൂടാതിരിക്കാൻ വേണ്ടി, തേയ്മാനം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഞാൻ പിന്നെയും അടുത്ത ഈ പറയുന്ന പോലെ നമ്മുടെ ട്രാഫിക് ഓക്കെ ആയി കഴിഞ്ഞ് ഡി മോഡിലോട്ട് മാറ്റിയതിന് ശേഷം ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കുത്തനെ ഒരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ പലരുടെ മനസ്സിലൊരു പേടിയാണ്, ഈ വാഹനം പുറകോട്ട് പോകും. അതുകൊണ്ട് ലെഫ്റ്റ് ലെഗ് കൊണ്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് റൈറ്റ് ലെഗ് കൊണ്ട് ആക്സലറേറ്റും ചെയ്യുന്ന പലരെയും എനിക്കറിയാം. എന്നാൽ ആ ഒരു പരിപാടി ഈ വാഹനത്തിൽ ചെയ്യരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം ഈ വാഹനം ഒരുപാട് കാൽക്കുലേഷൻസിലാണ് പോകുന്നത്, അതായത് ഒരുപാട് സെൻസേഴ്സിൻ്റെ ഔട്ട്പുട്ട്സ് എടുത്ത് അതിൻ്റെ ഒരു കാൽക്കുലേഷനിലാണ് പോകുന്നത്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിൽ ആക്സലറേറ്റ് ചെയ്യാൻ പാടില്ല. ഇനി ആക്സലറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്യാനും പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സിസ്റ്റത്തിന് ഭയങ്കര കൺഫ്യൂഷൻ വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൺഫ്യൂഷൻ വരുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, വാഹനത്തിന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തില്ല ഏത് മോഡിലിടണമെന്നുള്ളത്. അതായത് ഇപ്പം നമ്മൾ ബ്രേക്കും ആക്സലറേറ്റും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് നിർത്തണോ അതോ
ക്ലച്ച് എൻഗേജ് ചെയ്യിക്കണോ, എന്ത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അങ്ങനെ വരുമ്പോഴാണ് ഒരു വാർണിംഗ് ലൈറ്റ്, അതായത് ഒരു ട്രാൻസാക്സിലിൻ്റെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്, ഒരു ചക്രത്തിൻ്റെ ലൈറ്റാണ് കാണിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം ക്ലച്ച് റിലേറ്റഡ് ആയിട്ട്, അഥവാ നമ്മുടെ ഗിയർ ബോക്സിൻ്റെ മേളിൽ വരുന്ന AMT യൂണിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ഇഷ്യൂ കാരണമാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്നുള്ളത് നിങ്ങൾ അന്നേരം തന്നെ മനസ്സിലാക്കണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലച്ച് ഓവറായിട്ട് ഹീറ്റ് ആയാലും ആ വാർണിംഗ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ട്രാൻസാക്സിൽ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഈ ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം നിങ്ങളുടെ ക്ലച്ച് ഒന്നെങ്കിൽ ഓവർ ഹീറ്റ് ആയിട്ടുണ്ട്, അഥവാ ഈ യൂണിറ്റ് എന്തെങ്കിലും പ്രശ്നം കാണിക്കുമ്പോഴാണ് ഈ സെയിം ഒരു പ്രോബ്ലം കാണിക്കുന്നത്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കുറച്ച് നേരം ഇപ്പോൾ നിങ്ങളൊരു ഹൈ റേഞ്ച് കയറിയപ്പോഴാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നതെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഈ വാഹനം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിർത്തുക. ഇങ്ങനെ വരാൻ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓവറായിട്ട് RPM കൊടുത്ത് വാഹനം സ്പീഡിൽ ഓടിച്ച് കയറ്റാൻ നോക്കിയപ്പോഴേക്കും ക്ലച്ച് ഹീറ്റ് ആയതുകൊണ്ടാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് എത്രയും പെട്ടെന്ന് ക്ലച്ച് തീരുന്നതായിരിക്കും. ഏകദേശം ഒരു 60,000 അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ തന്നെ നിങ്ങൾ ക്ലച്ച് മാറേണ്ടി വരും. അതൊരു നഷ്ടത്തിലോട്ട് വരാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പ്രശ്നമില്ലെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഡ്രൈവ് ചെയ്യാം, നോ പ്രോബ്ലം. ഇനി അടുത്ത് വരുന്നൊരു കാര്യമാണ് പാർക്കിംഗ്. പാർക്കിംഗ് ഒരു വലിയ കാര്യമാണ് ഒരു AMT വാഹനത്തിനെ റിലേറ്റ് ചെയ്ത്. ഇപ്പം നേരെ കയറുന്ന ഒരു കയറ്റമാണ്, ഞാൻ ഈ വാഹനം ഇവിടെ ഒന്ന് പാർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. സങ്കല്പിക്കുക, വഴിയുടെ നടക്കാരും പാർക്ക് ചെയ്യില്ല, ഞാൻ ജസ്റ്റ് വീഡിയോ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യാണ്. ഞാൻ ഈ വാഹനം ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്ത് കഴിഞ്ഞാൽ ഈ വാഹനം സ്റ്റാർട്ടായി നേരെ പുറകോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശരിക്കും ഈ വാഹനത്തിനുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചറുണ്ട്. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്താൽ 3 സെക്കൻഡ് ഈ സ്റ്റില്ലായിട്ട് നിന്നോളും, അത് കഴിഞ്ഞ് പുറകോട്ട് പോകും. ഇനി ഞാനിത് ന്യൂട്രൽ പൊസിഷനിലോട്ട് മാറ്റി ബ്രേക്ക് എന്ന കാലെടുത്ത വാഹനം പുറകോട്ട് പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ല, ഒരു നല്ല കുത്തനെയുള്ളൊരു കയറ്റം കയറണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്നാ, ഒരു കാലം കൊണ്ട് ബ്രേക്കും ഒരു കാലം കൊണ്ട് ആക്സിലറേറ്ററും. അങ്ങനെ ഒരു കാരണവശാലും ഈ വാഹനത്തിൽ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നേരെ ഈ ഹാൻഡ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ആക്സിലറേറ്റ് ചെയ്യാം. വാഹനം ലോഡാകുന്നതിനനുസരിച്ച് ഇത് താഴോട്ട് വിടാം. ഇങ്ങനെ മാത്രം ഒരു AMT അഥവാ ഒരു ഏജസ് വാഹനത്തിൽ ചെയ്യാവുള്ളൂ. കാരണം പഴയ AMT വാഹനത്തിനൊന്നും ഹിൽ ഹോൾഡ് അസിസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. അപ്പം ഞാൻ ഈ പറഞ്ഞൊരു പ്രോസസ്സ് മാത്രം അവിടെ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. ഇനി പാർക്ക് ചെയ്യുന്ന രീതിയും കൂടി ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ ഈ വാഹനം ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റുകയാണ്. ഞാനൊരു അല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് കയറ്റിയിട്ടു. ഇനി എനിക്കിവിടെ പാർക്ക് ചെയ്യണം. ഇനി ഇത് പാർക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ റിവേഴ്സ് മോഡ് ഇടുക. റിവേഴ്സ് മോഡ് ഇട്ടതിന് ശേഷം വാഹനം നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഗിയറിലാണ് സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കാരണവശാലും ഇടരുത്. ഹാൻഡ് ബ്രേക്കും കൂടെ അസിസ്റ്റ് ചെയ്തോണം. അത് ഗിയർ ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഹാൻഡ് ബ്രേക്കും കൂടെ അസിസ്റ്റ് ചെയ്ത് വെച്ചാൽ ഒരു പ്രശ്നവും വരത്തില്ല. പക്ഷേ നിങ്ങൾ നിരപ്പിലാണ് പാർക്ക് ചെയ്യുന്നത്, അതായത് പക്ക ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ R മോഡ് അഥവാ D മോഡിലോട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഹാൻഡ് ബ്രേക്ക് ഇടേണ്ട പോലും കാര്യം വരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഈ വാഹനം പാർക്ക് ചെയ്യുമ്പോൾ ലെവലിലാണ് നിർത്തുന്നതെങ്കിൽ എപ്പോഴും ഡ്രൈവ് മോഡ് അഥവാ റിവേഴ്സ് മോഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. റിവേഴ്സ് അഥവാ ഡ്രൈവ് മോഡിലോട്ട് ഇടുക. അതിനുശേഷം നിരപ്പാണെങ്കിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ ആവശ്യമില്ല. ഇനി നിരപ്പല്ല കയറ്റോ ഇറക്കോ ഒക്കെയാണ് നിങ്ങളുടെ വാഹനം നിർത്തിയിട്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഹാൻഡ് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്തോണം. അതുപോലെ തന്നെ എനിക്ക് പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ ഈ വാഹനത്തിൽ നിന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഉറപ്പായിട്ടും ലോക്ക് ആക്കിയതിന് ശേഷം മാത്രം പോകുള്ളൂ. ഇത് വെറുതെ എവിടെയെങ്കിലും ഇട്ട് ഡോർ ഓപ്പൺ ആണെങ്കിൽ പോലും, അതായത് ഡ്രൈവർ സൈഡിലെ ഡോറ് ഫുള്ളായിട്ട് ക്ലോസ് ആയിട്ടില്ലെങ്കിൽ പോലും ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഡൗൺ ആയി പോകും. എത്ര പേരിത് സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ കൃത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു AMT അല്ലെങ്കിൽ ഏജസ് വാഹനമാണെങ്കിൽ ഡ്രൈവർ സൈഡിലെ ഡോർ ഒന്ന് തുറന്നു നോക്കുക. വാഹനം ഓഫ് ആയിരിക്കുന്ന കണ്ടീഷനിൽ തുറന്നു നോക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു മോട്ടർ കറങ്ങുന്ന ഒച്ച കേൾക്കാം. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ലോഡ് ചെയ്ത് നിർത്തുകയാണ്. അതായത് ഗിയർ ബോക്സിലേക്കുള്ള യൂണിറ്റിലെ ഹൈഡ്രോളിക് ഫ്ലൂയിഡിനെ ലോഡ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. എന്തിനിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ അല്ലെങ്കിൽ ഒരാൾ വാഹനത്തിലോട്ട് കയറി ഇരുന്ന് സ്റ്റാർട്ട് ചെയ്ത് വാഹനം എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അന്നേരം ലോഡാകാൻ പോയി കഴിഞ്ഞാൽ സമയം ഒത്തിരി ലാഗ് വരും. അങ്ങനെ ഒരു ലാഗ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഫീച്ചർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു ഡ്രോബാക്കും കൂടി ഞാൻ പറഞ്ഞുതരാം. ഡോർ ഓപ്പൺ ആയി കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഡോർ ഓപ്പൺ ആക്കി ഇട്ടിരിക്കുകയാണെങ്കിൽ വാഹനം ചിന്തിക്കുന്നത് ഇപ്പോൾ കസ്റ്റമർ കയറും, ഞാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് അത് ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ഈ പറഞ്ഞൊരു കാര്യത്തിൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൽ തന്നെ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം നോക്കുക. ഓരോ സമയത്ത് എനിക്കൊരു 5 മിനിറ്റ് ഇടവേളയിൽ തന്നെ ഈ ഒരു മോട്ടർ കറങ്ങുന്ന ഒച്ച കേൾക്കാം. അങ്ങനെ കുറേ നേരം ആയിക്കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആവും. തള്ളി സ്റ്റാർട്ട് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നും സാധിക്കാത്തൊരു വാഹനമാണ് AMT അഥവാ ഏജസ് വാഹനം. ബാറ്ററി കൊണ്ടുവച്ച് പിന്നെ നമുക്കത് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഈ ഒരു പരിപാടി ശ്രദ്ധിച്ചോണം. വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ലോക്ക് ചെയ്തിട്ട് ഇറങ്ങുക.